അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ്. എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും സുഖമെന്ന് കരുതുന്നു. ഇന്ന് വളരെ ഭയാനകമായിട്ടുള്ള ഒരു വിഷയമാണ് പറയാൻ പോകുന്നത്. എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കേൾക്കുക. നമ്മളെല്ലാവരും മരിക്കും. നമ്മുടെ മരണം എപ്പോഴെന്ന് നമുക്ക് പോലും അറിയില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നതൊക്കെ കേൾക്കുക. ഇന്ന് ഞാൻ പറയുന്നത് ഖബറിലെ വർത്തമാനങ്ങൾ. നമ്മളെ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഖബറിൽ പോയാൽ ഉണ്ടാവുന്ന വർത്തമാനങ്ങളെ കുറിച്ചാണ് പറയുന്നത്. വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കേൾക്കുക. മരണം ഒരവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്ക് മാറൽ മാത്രം, അല്ലാതെ ജീവൻ എന്നേക്കുമായി അവസാനിക്കുകയല്ല. ദ്രവിക്കുന്നത് ശരീരം മാത്രമാണ്. ആത്മാവാകട്ടെ അവശേഷിക്കുന്നു. മാതാവിൻ്റെ ഗർഭാശയത്തിൽ ആത്മാവിനെ സഞ്ചരിക്കാനുള്ള രൂപം തയ്യാറാക്കിയ ശേഷം അതിലേക്ക് ആത്മാവിനെ നിയോഗിച്ചു. ആത്മാവിന് ഇഹലോകത്ത് സഞ്ചരിക്കാനുള്ള വാഹനമാണ് നമ്മുടെ ഓരോരുത്തരുടെയും ശരീരം. നമ്മുടെ ആത്മാവിനെ തിരിച്ച് ഒരിക്കൽ അള്ളാഹു വിളിക്കുന്നു. തൻ്റെ കൂട് ഉപേക്ഷിച്ച് വിളിച്ചിടത്തേക്ക് ആത്മാവ് മടങ്ങുന്നു. എന്നും വേദന അനുഭവിച്ചത് ആത്മാവിലൂടെയാണ്. ഇനി ഖബറിലും അതുതന്നെ. കരിഞ്ഞ് ചാരമായാലും മത്സ്യം വിഴുങ്ങിയാലും എങ്ങനെ നമ്മൾ മരണപ്പെട്ടാലും പുനരുദ്ധാന നാൾ അവരെ ആത്മാവിന് രക്ഷാശിക്ഷ ഉറപ്പ്. ഒരിക്കൽ ഒരു ഖബറിനരികെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇരിക്കവേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ പറഞ്ഞു. ഓരോ ഖബറും ഭയാനകമായ ശബ്ദത്തിൽ ഇങ്ങനെ പറയുന്നു: ഓ ആദമിൻ്റെ മക്കളെ, നിങ്ങൾ എന്നെ മറന്നോ? ഏകാന്തതയുടെ ഭവനമാണ് ഞാൻ. വിജനമായ ഒരു തുണ്ട് ഭൂമി, പുഴുക്കളുടെയും ചെള്ളുകളുടെയും മാളം, കാഠിന്യത്തിൻ്റെയും വിചാരണയുടെയും ഇടം. അള്ളാഹു എന്നെ ആർക്കുവേണ്ടി വിശാലവും വാസയോഗ്യവുമാക്കുന്നുവോ അവർക്കൊഴികെ എല്ലാവർക്കും ശിക്ഷയുടെ ഇടമാണ് ഞാൻ. മയ്യത്തിനെ ഖബറിൽ വെക്കുമ്പോൾ ഖബർ മയ്യത്തിനോട് പറയും: ആദമിൻ്റെ മകനെ, എൻ്റെ കാര്യത്തിൽ നിന്നെ ഇത്രയും വഞ്ചിതനാക്കിയത് എന്താണ്? ഞാൻ പരീക്ഷണത്തിൻ്റെയും ഏകാന്തതയുടെയും ഇരുട്ടിൻ്റെയും വീടാണെന്ന് നീ മനസ്സിലാക്കിയിട്ടില്ലയോ? നിന്റെ ജീവിതത്തിൽ നീ അള്ളാഹുവിൽ അനുസരണം കാണിച്ചിരുന്നെങ്കിൽ ഞാൻ നിനക്കിന്ന് അനുഗ്രഹത്തിൻ്റെ വീടാണ്. നീ അനുസരണക്കേട് കാണിച്ചുവെങ്കിൽ ഞാൻ നിനക്കിന്ന് ശിക്ഷയാണ്. നമ്മൾ ഈ ഭൂമിയിൽ നമ്മൾ അള്ളാഹുവിനെ ഭയന്ന് ജീവിച്ചില്ലെങ്കിൽ നമുക്ക് ഖബറിൽ വളരെ ശിക്ഷ കിട്ടും. എല്ലാവരും അള്ളാഹുവിനെ ഓർത്ത് ജീവിക്കുക. 2 മലക്കുകൾ അവനരികിൽ വരും. അവർ ചോദ്യം ചെയ്യും. ദുഷ്ടൻ ഉത്തരം പറയാനാവാതെ എനിക്കറിയില്ലെന്ന് വിലപിക്കും. നരകത്തിൻ്റെ വാതിലുകൾ അവന് തുറക്കപ്പെടും. മലക്കുകൾ അവനെ കഠിനമായി ശിക്ഷിക്കും. ചൂടും പുകയും കൂരിരുട്ടും വിഷജന്തുക്കളും നിറയും. ഖബർ ഇറുക്കും. ഖബറൊന്ന് ഇടുങ്ങും. ഇടുക്കത്തിൻ്റെ ശക്തിയാൽ അവൻ്റെ വാരിയെല്ലുകൾ കോർത്തുപോകും. നാറുന്ന വേഷത്തിൽ വൃത്തികെട്ട ഒരു രൂപം അവനിലേക്ക് വരും. നീ ആര് എന്ന് ചോദിക്കുമ്പോൾ ആ രൂപം ഞാൻ നീ ചെയ്ത ദുഷ്ടപ്രവർത്തികളാണെന്ന് അവനോട് പറയും. നരകത്തിലെ അവൻ്റെ സ്ഥാനം എന്നും അവൻ വെളിവാക്കി കൊടുക്കും. ഇത്രക്ക് ഭയാനകമാണ് നമ്മുടെയൊക്കെ ഖബർ ജീവിതം എന്ന് അള്ളാഹു പല ഖുർആനിലും ഹദീസുകളിലൊക്കെ നമ്മൾക്ക് അറിയിച്ചു തന്നിട്ടുണ്ട്. എന്നിട്ടും എന്തിനാണ് മനുഷ്യരെ ഈ ഭൂമിയിൽ നമ്മൾ അഹങ്കാരവും കിബിറും പൊങ്ങച്ചവുമായിട്ട് ജീവിക്കുന്നത്? ഇനിയെങ്കിലും നമ്മൾക്ക് ഇതൊക്കെ മാറ്റി നല്ല മനുഷ്യരായി പാവപ്പെട്ടവരെ സഹായിച്ച് ജീവിച്ചൂടെ? ഈ പറയുന്ന എനിക്കടക്കം അള്ളാഹു എനിക്കും നിങ്ങൾക്കും അള്ളാഹു നല്ല സമയത്തും നല്ല സ്ഥലത്ത് വെച്ചും ഉള്ള മരണവും നല്ല ഖബർ ജീവിതവും സ്വർഗമുള്ള ഖബർ ജീവിതവും തരട്ടെ. നരകത്തിൽ നിന്ന് അള്ളാഹു നമ്മളെ മോചിതയാക്കട്ടെ. ഖബറിലെ ചോദ്യങ്ങൾക്കൊക്കെ ശരിയായ ഉത്തരം നമുക്ക് പറയാൻ സാധിക്കട്ടെ. അള്ളാഹു സ്വീകരിക്കുന്ന ഒരുപാട് അമലുകൾ നമുക്ക് ഓതാനും അതുപോലെ ദിക്ർ ചൊല്ലാനൊക്കെ അള്ളാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. അള്ളാഹു നമ്മുടെ അമലുകൾ സ്വീകരിക്കട്ടെ. വളരെ പേടിപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ഖബർ ജീവിതം. ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു ഇടമാണ്. എല്ലാവരും പരസ്പരം ദുആയിൽ ഉൾപ്പെടുത്തുക. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.